ഇന്നത്തെ ദിവസം ദാനിയേൽ ഫാസ്റ്റിംഗ് നാം വിചിന്തനം ചെയ്യുകയാണ്. ദാനിയേൽ പറഞ്ഞു, ദൈവമേ, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ദൈവമേ, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങേ സ്നേഹിച്ചാൽ മതി. സ്നേഹിക്കുന്ന വ്യക്തികളെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഇതാ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത. നമ്മൾ തിരുവചനത്തെ കാണുകയാണ്. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 34-ാം തിരുവചനം. യേശു കുരിശിൽ കിടന്നുകൊണ്ട് വേദനിക്കുന്ന സമയം, തൻ്റെ ശരീരം, മനസ്സ്, ആത്മാവ് ആകെ പുളകുന്ന സമയമാ. വേദന കൊണ്ട് നിറഞ്ഞ ഈ കർത്താവ് ആ സമയത്ത് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് പറയുന്നുണ്ട്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ തന്നെ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. പിതാവായ ദൈവത്തിന്റെ മുന്നിലേക്ക് പുത്രനായ യേശു ആ കുരിശിൽ കഠോരമായ വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും യേശുവിന്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന വാക്കുകളായിരുന്നു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ തന്നെ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇതിന് രണ്ട് അർത്ഥങ്ങളുണ്ട്. എന്താണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞു തരുന്നത്? പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർ തന്നെ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ വേദനിപ്പിച്ച മുഴുവൻ വ്യക്തികളും നിരപരാധികളാണ് എന്ന യേശു കുരിശിൽ കിടന്നുകൊണ്ട് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറയുന്നത്. ആ കർത്താവ് പറയുക, എന്നെ വേദനിപ്പിച്ച വ്യക്തികളില്ലേ, അവരൊക്കെ നിരപരാധികളാ. രണ്ടാമത്തെ അർത്ഥം എന്താ? എന്നെ വേദനിപ്പിച്ച ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കാതെ വിടല്ലേ എന്ന് നമ്മൾ ഓർക്കണം. കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പിടയുമ്പോൾ കർത്താവിന് പറയാൻ സാധിച്ചു, ശരീരവും മനസ്സും ആത്മാവും എല്ലാം എന്തെന്നില്ലാത്ത വേദനയിലൂടെ കടന്നു പോകുമ്പോഴും യേശു പറയുക, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ തന്നെ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഇവരൊക്കെ നിരപരാധികളാ. ഇവരോടൊക്കെ കർത്താവേ, ഇവരൊക്കെ നിരപരാധികളാ. എന്നെ വേദനിപ്പിച്ച സകല മക്കളും നിരപരാധികളായ വ്യക്തികളാ. എന്നെ കുരിശിൽ തറച്ച വ്യക്തികളുണ്ട് കർത്താവേ, അവർ നിരപരാധികളാ. എന്റെ ശിരസിൽ മുൾമുടി അടിച്ചു കയറ്റിയ വ്യക്തികളുണ്ട്, അവർ നിരപരാധികളാ. എന്റെ മുഖത്തേക്ക് കാർപ്പിച്ചു തുപ്പിയ വ്യക്തികളുണ്ട്, അവർ നിരപരാധികളാ. എന്നെ തകർക്കാൻ വേണ്ടി ഏതൊക്കെ വിധത്തിൽ നോക്കിയിട്ടുണ്ടോ, എന്റെ കൈകളിലേക്ക് ആണികൾ അടിച്ച വ്യക്തികൾ, അവർ നിരപരാധികളാ. എന്നെ വിധിച്ച വ്യക്തികൾ, അവർ നിരപരാധികളാ. എന്നെ ക്രൂശിച്ച വ്യക്തികൾ, അവർ നിരപരാധികളാ. അതാണ് കർത്താവ് ഇതാ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കരമുയർത്തിക്കൊണ്ട് പറഞ്ഞത്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ തന്നെ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. എങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമുക്ക് പറയാൻ സാധിക്കുകയോ, ഇതുപോലെ കർത്താവ് പറഞ്ഞതുപോലെ, കർത്താവേ, പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർ തന്നെ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്? നമ്മളൊന്ന് ഓർത്തു നോക്കി. നമ്മളെ വേദനിപ്പിച്ച വ്യക്തികളില്ലേ, നമ്മുടെ സൽപ്പേര് തകർത്ത് കളഞ്ഞ വ്യക്തികളില്ലേ, നമ്മുടെ പേരിൽ അപമാനങ്ങൾ ഉയർത്തിയ വ്യക്തികളില്ലേ, നമുക്ക് ആ വ്യക്തികളെ നോക്കിക്കൊണ്ട് പറയാൻ സാധിക്കുമോ, പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർ തന്നെ അറിയുന്നില്ല, ഇവർ നിരപരാധികളാ, ആ വ്യക്തിയെ അനുഗ്രഹിക്കാൻ? ഒരുപക്ഷെ നമ്മളൊക്കെ നോക്കിക്കഴിയുമ്പോൾ കാണാൻ സാധിക്കും, നമ്മുടെ സൽപ്പേര് നഷ്ടപ്പെടുത്തിയവർ, നമ്മെ തകർത്ത് കളഞ്ഞിരിക്കുന്ന വ്യക്തികൾ, ഒരുപക്ഷെ ഒരുപാട് സ്നേഹിച്ച വ്യക്തികളാ, ഒരുപാട് നൊമ്പരങ്ങൾ ജീവിതത്തിലേക്ക് നമുക്ക് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ മാതാപിതാക്കളായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, ജീവിത പങ്കാളിയായിരിക്കാം, അല്ലെങ്കിൽ അയൽക്കാരായിരിക്കാം, സ്നേഹിതരായിട്ടുള്ള വ്യക്തികളായിരിക്കാം, ആരുമായിക്കൊള്ളട്ടെ, അവരെ നോക്കിക്കൊണ്ട് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ തന്നെ അറിയുന്നില്ല, ഇവരൊക്കെ നിരപരാധികളാ, ഇവരെ അനുഗ്രഹിക്കുക കർത്താവേ. നമ്മുടെ മനസ്സിലുമില്ലേ ഒരുപാട് വ്യക്തികൾ, നമ്മുടെ മനസ്സിൻ്റെ അകത്ത് നമുക്ക് വേദന തന്നവർ, നമ്മെ മനസ്സിലാക്കാതെ പോയവർ, നമ്മുടെ സൽപ്പേര് നഷ്ടപ്പെടുത്തിയവർ, നമ്മെ തകർത്ത് കളഞ്ഞവർ, പല വ്യക്തികളും നമ്മുടെ മനസ്സിൻ്റെ അകത്തേക്ക് കടന്നു വരുന്നില്ലേ? എന്നാൽ
ആ വ്യക്തികളൊക്കെ നിരപരാധികളാണ്. എന്തുകൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ പ്രവർത്തിച്ചെന്ന് നമുക്കാർക്കെങ്കിലും അറിയോ? ഒരു വ്യക്തി നമുക്കെതിരായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ കേട്ടോ പ്രിയപ്പെട്ടവരെ, ഒന്ന്, ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആന്തരിക മുറിവാണ് ആ വ്യക്തി എന്നോട് ഇതുപോലെ പ്രതികരിക്കാൻ കാരണമായത്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളെ വേദനിപ്പിച്ച ഏത് വ്യക്തിയായിക്കൊള്ളട്ടെ, മനസ്സിന് നൊമ്പരം തന്നിരിക്കുന്ന വ്യക്തികൾ ആരുമായിക്കൊള്ളട്ടെ, ആ വ്യക്തി എന്നോട് ഇങ്ങനെ പ്രവർത്തിക്കാനുള്ള ഒന്നാമത്തെ കാര്യം എന്താ? ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആന്തരിക മുറിവ്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ആ വ്യക്തിയിലെ പൈശാചിക ശക്തി കാരണമാണ്. ആ വ്യക്തിയിലെ പൈശാചിക ശക്തിയുള്ളത് കൊണ്ട് ആ വ്യക്തി നമുക്കെതിരെ പ്രവർത്തിക്കാൻ കാരണം. അപ്പൊ നമുക്ക് ആ വ്യക്തിയെ നോക്കിക്കൊണ്ട് പറയാൻ സാധിക്കണം, എന്നെ വേദനിപ്പിച്ച വ്യക്തി ആര് തന്നെയായിക്കൊള്ളട്ടെ, അവൻ നിരുപാധികമായിട്ട് ആ വ്യക്തിയോട് ഞാൻ ക്ഷമിക്കുന്നു. ആ വ്യക്തി നിരപരാധിയ. ആ വ്യക്തി എന്നോട് പ്രവർത്തിച്ചത് എന്തുകൊണ്ടാ? ആ വ്യക്തിയിലെ ആന്തരിക മുറിവ് കാരണം. രണ്ട്, ആ വ്യക്തിയിൽ പൈശാചിക ശക്തി ഉണ്ടെങ്കിൽ ആ പൈശാചിക ശക്തി കാരണം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കും ആ വ്യക്തികളോടൊക്കെ ക്ഷമിക്കാൻ സാധിക്കും. ആന്തരിക മുറിവ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പറഞ്ഞു തരിക, അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയം മുതൽ ഈ സമയം വരെ ആ കുഞ്ഞ് കടന്നു പോകുന്ന തിക്താനുഭവങ്ങളുണ്ട്. ഈ തിക്താനുഭവങ്ങൾ പലരുടെ മനസ്സിൽ മുറിവായി കിടക്കുക. ഈ മുറിവുകളാ ഇന്ന് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചില സ്വഭാവ ദൂഷ്യങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാ ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് പൗലോസ് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞോ, ഞാനും എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ആ വ്യക്തിയോട് പ്രതികരിച്ച്? ഒരു പക്ഷേ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഈ പൊട്ടിത്തെറിക്കാൻ കാരണം ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആന്തരിക മുറിവായിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ അപ്പൻ കുടുംബത്തിന് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു അപ്പൻ, ഈ അപ്പൻ അങ്ങനെ പൊട്ടിത്തെറിക്കുന്നു, ദേഷ്യ സ്വഭാവക്കാരനാ. എന്നാൽ നമ്മൾ തിരിച്ച് ഈ അപ്പനോട് ദേഷ്യപ്പെടുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് നമ്മൾ മനസ്സിലാക്കണം, ഈ അപ്പൻ ജനിച്ച് വളർന്നപ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇതുപോലെയല്ലായിരുന്നു. ഇതേപോലെ സ്നേഹം കിട്ടാനോ വാത്സല്യം വേണ്ട രീതിയിൽ കിട്ടാനോ കരുതൽ കിട്ടാനോ പരിഗണന കിട്ടാനോ ഒന്നും അപ്പന് സാധിച്ചിട്ടുണ്ടാവില്ല. ഒരു പക്ഷേ ദുഃഖവും ദാരിദ്ര്യവുമായിരുന്നിരിക്കാം നമ്മുടെ കുടുംബത്തിലുണ്ടായത്. ഇതിൽ നിന്നുണ്ടായ മുറിവുകളാ ഇന്ന് അപ്പനെ സംബന്ധിച്ചിടത്തോളം അപ്പൻ ഇതുപോലത്തെ ഈ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം അപ്പൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന. കഴിഞ്ഞ താമസിച്ചുള്ള ധ്യാനം കഴിഞ്ഞ് ഞാൻ ആരാധന കഴിഞ്ഞ് സങ്കീർത്തനത്തിലേക്ക് വന്നിരിക്കുക. ഈ സമയത്ത് ഒരു മനുഷ്യൻ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുക. ആ മനുഷ്യൻ പറയുകയാണ്, അച്ഛാ, എനിക്ക് ആരോട് ദേഷ്യമൊന്നുമില്ല, പക്ഷേ ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അതിന് കാരണം എന്താണെന്ന് എനിക്കറിയോ, ഇന്നാണ് ഞാൻ അറിഞ്ഞ അച്ഛാ. എനിക്ക് സ്നേഹിക്കാൻ കൊതിയുണ്ട് അച്ഛാ, പക്ഷെ പറ്റുന്നില്ല. ഈ അപ്പൻ എൻ്റെ കൈ പിടിച്ചുകൊണ്ട്, പ്രായമായൊരു മനുഷ്യൻ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറയുക, അച്ഛാ, എനിക്ക് അവരൊക്കെ സ്നേഹിക്കാൻ കൊതിയുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ അപ്പൻ ഈ മുറിവിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊരു കാര്യം തിരിച്ചറിയണം, ഈ അപ്പന് ആ കാലഘട്ടത്തിൽ വേണ്ടത്ര സ്നേഹമോ കരുതലോ പരിഗണനയോ അംഗീകാരോ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഈ അപ്പം വളർന്നു വന്ന സാഹചര്യങ്ങള് ഒരു പക്ഷേ ഇതുപോലത്തെ അവസ്ഥയിലൂടെ കടന്നുപോയിരിക്കുന്ന അവസ്ഥയായിരിക്കാം. അതുകൊണ്ട് അപ്പനെ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം. ഈ അപ്പനെ കാണുമ്പോൾ നമ്മളും ഈ അപ്പം പൊട്ടിത്തെറിക്കുമ്പോൾ തിരിച്ചു പൊട്ടിത്തെറിക്കുകയല്ല, മറിച്ച് ഈ അപ്പനോട് കരുണ കാണിക്കുക നമ്മൾ ചെയ്യേണ്ടത്. എങ്കിലാ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കിക്കണം, നമ്മെ വേദനിപ്പിച്ച വ്യക്തികളൊക്കെ നിരുപാധികം അവരൊക്കെ ഈ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് പോകാൻ കാരണം എന്താ? അവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആന്തരിക മുറിവ. ഞാൻ ഏതാനും നാളുകൾക്ക് മുമ്പ് നിങ്ങളോട് പറയുകയുണ്ടായി, ഒരു സിസ്റ്റർ ഇവിടെ ഒരു കൊച്ചിനെയും പിടിച്ചുകൊണ്ട് വന്നേക്കുക. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച്. ഈ കൊച്ചിനെ ഹോസ്റ്റലിലെ മാതാപിതാക്കൾ നിർത്തിയിരിക്കുന്നത്. എന്നാൽ ഈ സിസ്റ്റർ ഈ കൊച്ചിനെയും കൊണ്ട് വന്നിരിക്കുന്നത് എന്താണെന്നറിയോ?
ഇതിനകം 3 ഹോസ്റ്റലുകൾ ഈ കൊച്ചിന് മാറേണ്ട വന്നു. ഏത് ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞാലും പ്രശ്നം. ഞാൻ ഈ 8ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ സിസ്റ്റർ പറയുന്നത് ഏതാളും കണ്ണടച്ച് കാണിച്ചു, അതിൻ്റെ പിന്നാലെ ഈ 8ാം ക്ലാസ്സുകാരി പോവുക. എന്നിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ ഈ ഹോസ്റ്റലിൻ്റെ അല്ലെങ്കിൽ ബോർഡിങ്ങിൽ പുലർച്ചെ 5:30 മണിക്ക് പത്രം ഇടാൻ വരുന്ന പത്രക്കാരനുണ്ട്. ഈ സിസ്റ്റർ പോലും കണ്ടിട്ടില്ല ഈ പത്രക്കാരനെ. ഈ പത്രക്കാരൻ ഗേറ്റിൻ്റെ മുകളിൽ കൂടെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്നു. ഈ മനുഷ്യനുമായിട്ടാണ് ഇപ്പോഴത്തെ ഈ കൊച്ചിൻ്റെ പ്രശ്നം ഉണ്ടായേക്കുന്നത്. എവിടെയൊക്കെ ഇതേപോലെ പോകുന്ന അവസ്ഥ. എന്നാൽ പ്രിയപ്പെട്ടവരെ, പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ കുഞ്ഞിനെ അടുത്ത് മനസ്സിലാക്കി കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, ഈ കുഞ്ഞിന് കിട്ടേണ്ട സ്നേഹം മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ട അളവിൽ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കൊച്ചിൻ്റെ അകത്ത് കിടക്കുന്ന മുറിവുകൾ, എവിടെയൊക്കെ സ്നേഹത്തിന്റെ ലാഞ്ചനകളുണ്ടോ അവിടേക്കെല്ലാം ചായാൻ കാരണം. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, സ്വരം ഉയർത്തി ഹല്ലേലൂയാ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ വ്യക്തികളും നമ്മൾ ഓർക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ തന്നെ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. എന്നെ വേദനിപ്പിച്ച വ്യക്തിയുണ്ടല്ലോ, ആ വ്യക്തി നിരപരാധിയ. ആ വ്യക്തി അങ്ങനെ ചെയ്യാൻ കാരണം എന്താ? ഈ കുഞ്ഞിങ്ങനെ ചെയ്യാൻ കാരണം എന്താ? ഈ കൊച്ചിൻ്റെ ഉള്ളിലെ ആന്തരിക മുറിവ. എൻ്റെ ഈ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, ഈ വ്യക്തിയുടെ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, ചില വൈകല്യങ്ങൾ, അതിന് കാരണം എന്താ? എൻ്റെ ഉള്ളിലെ ഈ ആന്തരിക മുറിവുകളിൽ സൗഖ്യം കിട്ടാൻ വേണ്ടിയിട്ടാ നീ ഇന്ന് ദിവസം പ്രാർത്ഥിക്കണ്ടേ. ഇതേപോലെ നിന്റെ കുടുംബത്തിൽ ചില വ്യക്തികളുണ്ടാവാം, ചില വ്യക്തികളോട് നിനക്ക് ക്ഷമിക്കാനുണ്ടാവാം. അതിന് കാരണം നീ തിരിച്ചറിഞ്ഞു, ആ വ്യക്തി നിരപരാധിയാ. ആ വ്യക്തി ഇങ്ങനെ പ്രതികരിക്കാൻ കാരണം എന്താ? ആ സ്നേഹം ആ വ്യക്തിയിലേക്ക് കിട്ടാതെ പോയത് കൊണ്ടാ. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, സ്വരം ഉയർത്തി ഹല്ലേലൂയാ. വീണ്ടും നമ്മൾ കണ്ടുമുട്ടിയ പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലത്തെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം എന്താ? ഈ വ്യക്തിയുടെ എനിക്കെതിരെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനെതിരെ എൻ്റെ സൽപ്പേര് നഷ്ടപ്പെടുത്തുന്നു, എൻ്റെ കുടുംബത്തിന് മഹിമ തകർത്ത് കളയുന്നു, ഇതുപോലെ തന്നെ എനിക്കെതിരെ അപവാദം പറഞ്ഞു കിടക്കുന്നു. രണ്ടാമത്തെ കാര്യമാണ്, ആ വ്യക്തി കുടികൊള്ളുന്ന പൈശാചിക ശക്തിയാ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഡാനിയേൽ ഫാസ്റ്റിൽ നമ്മൾ തിരിച്ചറിയണം, ഈ പൈശാചിക ശക്തികൾക്കെതിരെയുള്ള പോരാട്ടമാ. 21 ദിവസം ദാനിയേൽ ദൈവത്തിന്റെ സന്നിധിയിൽ വില കൊടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ദേശത്തിന്റെ മേലുള്ള പൈശാചിക രൂപി വിട്ടുപോയെങ്കിൽ, ഇന്നേ ദിവസം ഓരോ മക്കളും 20ാമത്തെ ദിവസം പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ കുടുംബത്തിന്റെ മേൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ മേൽ ഏതെങ്കിലും പൈശാചിക അരൂപിയെ വലയം ചെയ്യുന്നുണ്ടെങ്കിൽ ആ പൈശാചിക അരൂപിയുടെ മേൽ വിശുദ്ധ മിഖായേലേ യുദ്ധം ചെയ്ത് തോൽപ്പിക്കണമേ. ദേശങ്ങളുടെ മേലുള്ള പൈശാചിക അരൂപി, കുടുംബങ്ങളുടെ മേലുള്ള പൈശാചിക അരൂപി, വ്യക്തികളുടെ മേലുള്ള പൈശാചിക അരൂപി എൻ്റെ സ്ഥലത്ത് നിന്നും എൻ്റെ ഭവനത്തിൽ നിന്നും ഓരോ മുറികളിൽ നിന്നും വിട്ടുപോകാൻ 20ാമത്തെ ദിവസം നീ വില കൊടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ദാനിയേലിന് മുമ്പിൽ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് 21ാമത്തെ ദിവസം കടന്നു വന്ന് ദാനിയേലിനോട് പറഞ്ഞു, പ്രിയങ്കരനായ ദാനിയേൽ, 21ാമത്തെ ദിവസം നമ്മൾ ഓരോരുത്തരും കേൾക്കാൻ പോകുന്നത്, ദൈവം നമ്മെ നോക്കിക്കൊണ്ട്, ദൈവത്തിന്റെ ദൂതൻ നമ്മെ നോക്കിക്കൊണ്ട് വിളിക്കുന്നത് പ്രിയങ്കരനായ ദാനിയേൽ എന്നായിരിക്കും. അതിനുശേഷം ദാനിയേലിനോട് പറയുക, നീ നിന്നെ തന്നെ എളിമപ്പെടുത്തി ഉപവാസം പ്രഖ്യാപിച്ച ആദ്യ ദിനം തന്നെ ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. എന്നാൽ എനിക്ക് നിന്റെ അടുക്കിലേക്ക് വരാൻ സാധിച്ചില്ല. കാരണം എന്താ? പേർഷ്യൻ രാജ്യത്തിന്റെ പൈശാചിക രൂപി ദൈവത്തിന്റെ ദൂതൻ കടന്നു വരുന്നതിന് തടസ്സമായി നിൽക്കുകയായിരുന്നു. എന്നാൽ മിഖായേൽ ചെന്ന് പേർഷ്യൻ രാജ്യത്തിന്റെ പൈശാചിക രൂപിയെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചതുകൊണ്ട് എനിക്ക് ദൈവത്തിന്റെ ദൂതന് അവിടേക്ക് കടന്നു വരാൻ സാധിച്ചത്. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മളൊരു കാര്യം തിരിച്ചറിഞ്ഞു, നമ്മളും പ്രയറൊക്കെ ആരംഭിച്ചു. എന്നാൽ നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തി. എന്നാൽ ദൈവത്തിന്റെ ദൂതന് നമ്മുടെ അടുക്കിലേക്ക് വരാൻ തടസ്സമായി നിൽക്കുന്ന പൈശാചിക ശക്തികളുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിന് മേലെ ഏതെങ്കിലും പൈശാചിക ശക്തിയെ വലയം ചെയ്യുന്നുണ്ടെങ്കിൽ,
ദേശങ്ങളുടെ മേൽ പൈശാചിക ശക്തികൾ വലയം ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നേ ദിവസം തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിച്ചോ മക്കളെ. വിശുദ്ധ മിഖായേൽ ദേശങ്ങളുടെ മേൽ, വ്യക്തികളുടെ മേൽ, കുടുംബങ്ങളുടെ മേലുള്ള തിന്മയുടെ അരൂപികളുടെ മേൽ യുദ്ധം ചെയ്യും. 21-ാം ദിവസം ദാനിയേൽ ദൈവത്തിന്റെ ദൂതനെ ദർശിച്ചതുപോലെ നമ്മളും ദൈവത്തിന്റെ ദൂതനെ ദർശിക്കും. ഹല്ലേലൂയാ. സ്വരമുയർത്തി ഹല്ലേലൂയാ. എന്തുകൊണ്ടാ നമുക്കെതിരെ അവരൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവരാരും നമ്മുടെ ശത്രുക്കളല്ല മക്കളെ. കർത്താവ് പറഞ്ഞ പോലെ ഇവരൊക്കെ നിരപരാധികളാ. കർത്താവിനോട് പറയണം, അവരെ അനുഗ്രഹിക്കുക. എന്നെ വേദനിപ്പിച്ച വ്യക്തികൾ, എനിക്ക് നൊമ്പരങ്ങൾ തന്ന വ്യക്തികൾ, അവരൊക്കെ ഒന്ന് മനസ്സിൽ കാണുമ്പോൾ അവരൊക്കെ ഒന്ന് അനുഗ്രഹിച്ച് നീ പ്രാർത്ഥിച്ച ഈ സമയം, ഒരു വ്യക്തിയുടെ ഉള്ളിൻ്റെ പൈശാചിക ശക്തികൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ അവസ്ഥയെ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെ ഉപദ്രവിക്കാം, മറ്റുള്ളവരുടെ സൽപ്പേരൊക്കെ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കാം. അത് ആ വ്യക്തിയല്ല, വ്യക്തിയൊന്നും കുഴപ്പമില്ല, ആ വ്യക്തിയുടെ പൈശാചിക രൂപിയ. അപ്പൻ കുഴപ്പമില്ല, അപ്പൻ എന്തുകൊണ്ടാ പൊട്ടിത്തെറിക്കുന്നത്? അപ്പന്റെ സാഹചര്യങ്ങളാ അപ്പനെ പൊട്ടിത്തെറിപ്പിക്കുന്നത്. അപ്പം നല്ലത് തന്നെയാ, എങ്കിൽ എങ്ങനെയാ പൈശാചിക ശക്തികൾ കടന്നു വരുന്നത്? ദൈവത്തെ മറന്ന് ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ, ആ പാപം ആവർത്തിച്ച് ചെയ്യുമ്പോൾ ആ വ്യക്തിയിലേക്ക് തിന്മയുടെ രൂപികൾ കടന്നു വരും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നമ്മൾ ഏത് പാപമാണ് ദൈവത്തെ മറന്നുകൊണ്ട് ചെയ്യുന്നതാണ് പാപം എന്ന് പറയുന്നത്. ഈ പാപം ആവർത്തിച്ചൊരു ദൈവ പൈതൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ വ്യക്തിയിലേക്ക് തിന്മയുടെ അരൂപികൾ കടന്നു വരും, പൈശാചിക അരൂപികൾ കടന്നു വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പാപം ആവർത്തിച്ച് നമ്മൾ ചെയ്യുന്നു. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അനുതാപമില്ല, കുമ്പസാരം ഒന്നും ഇല്ലാതെ പോകുകയാണോ, ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പൈശാചിക രൂപിയുണ്ട്. എന്നാൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞോ, ഈ പൈശാചിക രൂപിയുടെ അടുത്ത് ഈ പൈശാചിക രൂപി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കയറിയതിനു ശേഷം വെറുതെ ഇരിക്കുകയല്ല ചെയ്യുന്നത്. ആ പൈശാചിക രൂപി ആ വ്യക്തിയെ നയിക്കാൻ തുടങ്ങും. പിന്നീട് ആ വ്യക്തിയല്ല, പിന്നീട് ആ വ്യക്തിയുടെ ഉള്ളിലെ പൈശാചിക രൂപിയെ അരൂപിയാല ആ വ്യക്തി നയിക്കപ്പെടുന്നത്. ഈ പൈശാചിക അരൂപി ആ വ്യക്തിയിലുണ്ടെങ്കിൽ ആ പൈശാചിക രൂപി ആ വ്യക്തി നിയന്ത്രിക്കാൻ തുടങ്ങും. പിന്നെ ആ വ്യക്തിയല്ല അവന് പ്രവർത്തിക്കുന്ന, മറിച്ച് ആ വ്യക്തിയിലെ പൈശാചിക രൂപിയ. ചില കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്, നമ്മൾ നോക്കാം കുഞ്ഞാ, പക്ഷേ ഈ മാതാപിതാക്കളുടെ കടന്നു വന്നിരിക്കുന്ന ചില തിന്മയുടെ അരൂപ കുഞ്ഞുങ്ങളിലേക്ക് കടന്നു വന്ന് ആ കുഞ്ഞുങ്ങളെ കാണുന്ന വൈകൃത സ്വഭാവങ്ങൾ. എന്നാൽ ഇവിടെ നമ്മൾ കണ്ടുമുട്ടിയ പൈശാചിക രൂപി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നുണ്ടെങ്കിൽ അനുതാപ ഹൃദയത്തോടുകൂടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നിയല്ല, അനുതാപ ഹൃദയത്തോടുകൂടെ കർത്താവിനെ വിളിക്ക്, നീ കുമ്പസാരിക്ക്, നിന്നിൽ നിന്ന് പൈശാചിക രൂപി വിട്ടുപോകും. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ചില വ്യക്തികൾ കാണാൻ സാധിക്കും നിസ്സാര കാര്യത്തിന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം. എന്നാൽ ഒരു കുടുംബത്തിൽ കുടുംബനാഥൻ ഭർത്താവ് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം. എന്നാൽ ഈ വ്യക്തിയിലേക്ക് ഈ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം വന്നിരിക്കുന്നത് ആന്തരിക മുറിവാവണമെന്നില്ല, മറിച്ച് ചില പാപങ്ങൾ ചെയ്ത് ആ പാപത്തിലൂടെ കടന്നു വന്നിരിക്കുന്ന തിന്മയുടെ അരൂപിയ. ആ തിന്മയുടെ അരൂപി ഈ മനുഷ്യർ സമാധാനം കെടുത്തുന്നു, ഈ മനുഷ്യർ നയിക്കുന്നു, ഈ മനുഷ്യരെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു. ഈ സമയത്ത് എത്ര തിന്മയുടെ അരൂപി ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് അല്പമെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ടല്ലോ, നല്ല വിശ്വാസത്തോടുകൂടി ജീവിക്കുന്ന വ്യക്തി, നല്ല അഭിഷേകം കൃപയുള്ള വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഭർത്താവ് എത്ര പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാലും ഈ മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അല്പമുള്ള ഈ പരിശുദ്ധാത്മാവ് ഈ സ്ത്രീയിലെ ഈ ഭാര്യയുടെ ഉള്ളിൽ കിടക്കുന്ന പരിശുദ്ധാത്മാവോട് പറയും, അറിയാതെ പറ്റിയതാ, ക്ഷമിക്കണം കേട്ടോ, പൊറുക്കണം കേട്ടോ. അപ്പോൾ ഈ ഭാര്യയ്ക്ക് ഈ ഭർത്താവിനോട് ക്ഷമിക്കാൻ സാധിക്കുന്ന, പൊറുക്കാൻ സാധിക്കുന്ന. എന്നാൽ ഈ ഭാര്യയുടെ ഉള്ളിലെ ഈ അശുദ്ധാത്മാവ് ഉണ്ടല്ലോ, ഈ അശുദ്ധാത്മാവുള്ള ഒരു ഭാര്യയാണെന്ന് വിചാരിക്കുക.
ഭർത്താവ് ഇതുപോലെ തന്നെ തിന്മയുടെ അരൂപികൾ വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. അവിടെയാണ് ഇതേപോലെ പൊട്ടിത്തെറികളൊക്കെ വരുമ്പോൾ ഈ ഭാര്യ എന്താ ചെയ്യുക? ഈ മനുഷ്യൻ, ഞാൻ ഒന്നും പറയാതെ എനിക്കെതിരെ ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു, ദേഷ്യപ്പെടുന്നു, പൊട്ടിത്തെറിക്കുന്നു എന്ന് ഞാനും കാണിച്ചു തരാം. ഞാൻ 2 ദിവസത്തേക്ക് മിണ്ടുന്നില്ല. ഒന്ന് പറഞ്ഞ 4 ചിലപ്പോൾ തിരിച്ചു പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥ. അല്ലെങ്കിൽ ചില കുടുംബങ്ങളെ കാണാൻ സാധിക്കും, വാതിലടച്ച് 2 ദിവസത്തേക്ക് വാതിലടച്ചിട്ടേക്കുക, ഭക്ഷണമൊന്നും ഇല്ലാതെ ഇരിക്കുന്നു, പട്ടിണി കിടക്കുന്ന അവസ്ഥ. ഇത് ഈ ഭാര്യയുടെ അകത്തും തിന്മയുടെ അരൂപി കടന്നു വരുമ്പോഴാ. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഈ ഡാനിയേൽ ഫാസ്റ്റിന് 20ാമത്തെ ദിവസം നമ്മളും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താണെന്നറിയോ? നമ്മളും പ്രാർത്ഥിക്കണം, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ തന്നെ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന. കർത്താവ് പ്രാർത്ഥിച്ചു. എന്നെ വേദനിപ്പിച്ച എല്ലാ വ്യക്തികളും നിരപരാധികളായിരുന്നു, അവരൊക്കെ അനുഗ്രഹിക്കുക കർത്താവേ. ഇതാ കർത്താവ് പ്രാർത്ഥിച്ചേ. നമുക്ക് മുട്ടുകൾ കുത്താം മക്കളെ. നമ്മളെ വേദനിപ്പിച്ച വ്യക്തികൾ, നമുക്ക് കണ്ണുനീരുകൾ തന്ന വ്യക്തികൾ, ചില സമയങ്ങളിലൊക്കെ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത രീതിയിൽ നൊമ്പരങ്ങൾ തന്നിരിക്കുന്ന വ്യക്തികൾ, അവരോടൊക്കെ ഒന്ന് ഹൃദയപൂർവ്വം ക്ഷമിച്ചേ. എന്തുകൊണ്ടാ അവരെന്നോട് ഇങ്ങനെ പ്രവർത്തിച്ചത്? അവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആന്തരിക മുറിവുകളുണ്ട്. ആ വ്യക്തിയുടെ ഉള്ളിൽ പൈശാചിക ശക്തികൾ ഉള്ളത് കൊണ്ടാണ് എനിക്കെതിരെ അവർ പ്രവർത്തിച്ചത്. എൻ്റെ സൽപ്പേര് അവർ കളങ്കതപ്പെടുത്തിയത്, എന്നെ തകർത്ത് കളഞ്ഞവര്, അവരോടൊക്കെ ഒന്ന് ക്ഷമിച്ചേ. ഒരുപക്ഷെ കുടുംബത്തെ മാതാപിതാക്കളോട് ക്ഷമിക്കാനുള്ളവരുണ്ട്, ജീവിത പങ്കാളിയോട് ക്ഷമിക്കാനുള്ളവരുണ്ട്, മക്കളോട് ക്ഷമിക്കാനുള്ളവരുണ്ട്, സഹോദരങ്ങളോട് ക്ഷമിക്കാനുള്ളവരുണ്ട്. കണ്ണുകൾ അടച്ചോ മക്കളെ. അയൽക്കാരോട് ക്ഷമിക്കാനുള്ളവരുണ്ട്, സ്നേഹിതരോടൊക്കെ ക്ഷമിക്കാനുള്ള വ്യക്തികളുണ്ട്. ഡാനിയേൽ ഫാസ്റ്റിന് 20ാമത്തെ ദിവസം ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മിലേക്ക് ഒഴുകിയ ക്ഷമിക്കുന്ന ഈ വേളയിൽ വലിയ സൗഖ്യങ്ങൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അവിടെ വ്യാപരിക്കാൻ പോവുക. നമ്മുടെ മനസ്സൊക്കെ ഈ സമയം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചോ മക്കളെ. ഹൃദയം തകർന്നവരെ അവിടെ സൗഖ്യപ്പെടുത്തുകയും അവിടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്യും. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ശരീരത്തിൽ മുറിവ് വന്നു കഴിഞ്ഞാൽ അതൊക്കെ സുഖപ്പെടാൻ ഒരു ഡോക്ടറുടെ അടുക്കൽ ചെന്ന് മരുന്ന് വെച്ച് കെട്ടിയാൽ മതി. എന്നാൽ മനസ്സിൻ്റെ മുറിവ് അങ്ങനെയല്ല. 10, 15, 20, 25 വർഷങ്ങൾ കഴിഞ്ഞിട്ടും മനസ്സിൻ്റെ അകത്തുനിന്ന് ചില വേദനകൾ സൗഖ്യപ്പെടാതെ കിടക്കുന്നുണ്ട്. ചില നൊമ്പരങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ചിലരോടൊക്കെയുള്ള വെറുപ്പും വിദ്വേഷവും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. 147 സങ്കീർത്തനം 3-ാം തിരുവചനം പറയുക, അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവിടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്യുന്നു. ഈ സമയം കർത്താവിൻ്റെ സന്നിധിയിൽ 2 കരങ്ങൾ തുറന്നു പിടിച്ചു. ക്ഷമിക്കാനുള്ള വ്യക്തികളോടൊക്കെ അവരോടൊക്കെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, നിന്റെ സന്നിധിയിലേക്ക് ചില പേരുകൾ കർത്താവ് കാണിച്ചു തരുന്നില്ലേ? ചില മുഖങ്ങളൊക്കെ കർത്താവ് കാണിച്ചു തരുന്നില്ലേ? ആ വ്യക്തികളൊക്കെ നീ ഹൃദയപൂർവ്വം ഒന്ന് ക്ഷമിച്ച് പ്രാർത്ഥിച്ച് ഈ സമയം തന്നെ അവരോടൊക്കെ ഹൃദയപൂർവ്വം ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ കൃപ തരിക. ആ വ്യക്തി നിനക്കെതിരെ അങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടാവാം. നീ തിരിച്ചറിയുക, ആ വ്യക്തിയിലെ ആന്തരിക മുറിവ് കാരണം ആ വ്യക്തി അങ്ങനെ പ്രവർത്തിച്ച മോനെ, ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിലെ പൈശാചിക ശക്തി കാരണം നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ ആ വ്യക്തി പ്രവർത്തിച്ചത്. ആ വ്യക്തികളൊക്കെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച അതിൻ്റെ അഭിഷേകം ഈ സമയം നിന്റെ കുടുംബത്തെ വ്യാപരിക്കാൻ പോവുക. അനേകം തകർന്ന മനസ്സുകളുണ്ട്, വെറുപ്പും വിദ്വേഷമായി നടക്കുന്ന മനസ്സുകളുണ്ട്. സൗഖ്യം പ്രാപിക്കാൻ പോകുന്ന സമയമാണ്. 2 കരങ്ങൾ തുറന്നു പിടിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 34-ാം സങ്കീർത്തനം 18-ാം തിരുവചനം പറയുന്നുണ്ട്, ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിലേക്ക് 2 കരങ്ങൾ അങ്ങോട്ട് ഉയർത്തി ഹൃദയം നുറുങ്ങിയെന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്, യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്, മനമുരുകി എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്, ക്ഷമിക്കാനുള്ള വ്യക്തികളെ ഒക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, അവർക്ക് നന്മയുണ്ടാകാൻ വേണ്ടി നീ പ്രാർത്ഥിച്ചേ. യേശു കാൽവരിയുടെ കുരിശിന്റെ നെറുകയിൽ കിടന്നുകൊണ്ട് പറഞ്ഞില്ലേ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ തന്നെ അറിയുന്നില്ല,
ഇവരോട് ക്ഷമിക്കണമേ, ഇവരോട് ക്ഷമിക്കണമേ. നീ ഈ സമയം വിളിച്ച് പ്രാർത്ഥിച്ചോ, രണ്ട് കരങ്ങൾ ഉയർത്തി വിളിച്ച് പ്രാർത്ഥിച്ചോ, അധരം തുറന്ന് ഹൃദയം തുറന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ. കർത്താവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയാം, കൃപകൾ കൊണ്ട് നിറയാം. നിന്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ, ബന്ധനങ്ങൾ, പൈശാചിക പീഡകൾ വിട്ടുപോകാം. നിന്നെ വേദനിപ്പിച്ച വ്യക്തികളോടൊക്കെ നീ ക്ഷമിക്കാൻ തയ്യാറായ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായ അവരൊക്കെ അനുഗ്രഹിച്ച മക്കളെ സ്തുതിക്കണേ, 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 സ്തുതിക്കണേ. വിളിക്കുക മക്കളെ, വിളിച്ച് പ്രാർത്ഥിച്ചോളുക. ഇതാ നമ്മുടെ കർത്താവ് ക്ഷമിക്കാൻ, പൊറുക്കാൻ കാത്തിരിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചോ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന ശ്രവിച്ച് നമ്മളോട് ക്ഷമിക്കും, നമ്മളോട് പൊറുക്കും. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ഒരുമിച്ച് വിളിച്ചുണരാം, വിളിച്ചു പ്രാർത്ഥിക്കാം. ഈശോയേ, കർത്താവേ ശ്രവിക്കണമേ.